എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ പുതിയ SCRT ടെക്സ്റ്റ് ബുക്ക് 2024 ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ 1-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ 9-ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നമ്മൾ വായിക്കാനായിട്ട് പോവുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ പേര്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായിട്ട് സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം എന്ന് പറയുന്ന ഈ വാക്കുകൾ ആരുടെ വാക്കുകളാണെന്ന് പണ്ട് മുതലേ PS ചോദിക്കുന്നതാണ്. സ്വാതന്ത്ര്യപുലരിയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രസംഗം ആരുടെയാണെന്ന് ചോദിക്കും. അത് ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് ആ സന്ദർഭം എന്നും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, സ്വാതന്ത്ര്യ പുലരിയിലാണ് ഈ ഒരു പ്രസംഗം പറയുന്നത്. ഇനി അടുത്തിവിടെ നൽകിയിരിക്കുന്ന വൈദേശിക ഭരണത്തിന്റെ കൊടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാഭരണവും ഉത്തരവാദിത്വപൂർണ്ണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിഭജനപരവും ജനാധിപത്യവിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇവയെല്ലാം പരിഹരിക്കാവുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാക്കണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു. ഒന്ന് ജനാധിപത്യ ഭരണക്രമം, മറ്റൊന്ന് ക്ഷേമരാഷ്ട്ര നിർമ്മാണം. ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. ആ ലക്ഷ്യപ്രമേയത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഇവിടെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് വേണം പോകാനായിട്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു എന്നാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നതുകൊണ്ട് ഈ ഒരു ലക്ഷ്യപ്രമേയത്തിൽ നെഹ്റു എന്താണ് ഉദ്ദേശിച്ചതെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് വരാം. അവിടെ എന്താണ് പറയുന്നത്? സ്വതന്ത്ര പരമാധികാരി ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും എന്ന കാര്യം ഓർക്കുക. ഇന്നത്തെ ഈ ഒരു സ്റ്റേറ്റ് പോലെ. അതുപോലെ തന്നെ സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ആ പോയിന്റ് ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ മൂന്നാമത് പറഞ്ഞ പോയിന്റ്, ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും എന്നാണ് പറയുന്നത്. ഇനി സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനാ പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്നും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാപ്പാഠം പഠിക്കുകയല്ല, ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നതെന്ന് ഒന്ന് ഓർത്ത് വെച്ച് പോകണം. പരീക്ഷ എങ്ങാനും ഇതിൽ നിന്ന് എടുത്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിച്ചൊരു ഓർമ്മയിൽ ഉത്തരം എഴുതാനായിട്ട് പറ്റണം. ഇനി അടുത്ത് ഇവിടെ പറയുന്നത് നോക്കുക. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങൾ എവിടെ നിന്ന് എടുത്തു എന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആശയങ്ങളാണെന്ന് പോയിന്റും കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പറയുന്നത് ഭാരതത്തിന്റെ ഭരണഘടന, അതിലെ ആമുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ആമുഖം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിലെ ജനങ്ങളായി നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം എന്ന് പറയുന്നു. അതായത് ഈ ഒരു ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ആമുഖ പ്രകാരം ഇന്ത്യയെ എങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കും. പസോമജറി എന്നൊരു കോഡിലൂടെ നമ്മൾ പഠിക്കുന്നതാണ്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പറയുക. ആ സോഷ്യലിസ്റ്റിന്റെ മലയാളമാണ് സ്ഥിതി സമത്വ. അത് നമ്മുടെ ഈ മലയാളം എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, അവിടെയും ചോദിക്കാറുണ്ട്. അതിന്റെ മലയാളം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, സ്ഥിതി സമത്വം എന്നാണ്. ഇനി അടുത്ത പറയുന്ന സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. എങ്ങനെയുള്ള നീതിയാണ്? നമ്മൾ സെപ്പ് എന്ന് കോഡിലൂടെ പഠിക്കും. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്. അതാണ് SCP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന. ആ സോഷ്യൽ എന്ന് തന്നെയാണ് സാമൂഹികവും. അതുപോലെ തന്നെ E എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആണ്, അതായത് ഇവിടെ സാമ്പത്തികവും. P എന്ന് പറഞ്ഞാൽ പൊളിറ്റിക് ആണ്, അതാണ് ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ ഓർത്തിരിക്കുക.
സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എന്നാണ് പറയുന്നത്. ഇനി ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം എന്നാണ്. അപ്പോൾ എങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണ്? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. അത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുക. എങ്ങനെയാണ്? നമ്മളൊരു കാര്യം ചിന്തിക്കുന്നു, അങ്ങനെ നമ്മൾ ആ ചിന്തിച്ച കാര്യം ആശയപ്രകടനം നടത്തുന്നു, അങ്ങനെ അതിൽ നമ്മൾ വിശ്വാസി ആയിട്ട് മാറുന്നു, അങ്ങനെ അതൊരു മതമായിട്ട് വരുന്നു, അങ്ങനെ അതിൽ നമ്മൾ ആരാധിക്കുന്നു. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ നമുക്ക് അവിടെ കിട്ടും. സ്വാതന്ത്ര്യവും എങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് കിട്ടും. ഇനി പദവിയിലും അവസരത്തിലും സമത്വം എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള സമത്വമാണ്? പദവിയിലും അതുപോലെ തന്നെ അവസരത്തിലും സമത്വം എന്നാണ്. ഈ ഒരു ഓർഡർ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ജെറി എന്ന് പറയുന്ന ആ ഒരു കാര്യം ആദ്യം ഓർത്തിരിക്കുക. പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. അതിനുശേഷം പിന്നെ നീതി, സ്വാതന്ത്ര്യം, സമത്വം. നീതി, സ്വാതന്ത്ര്യം, സമത്വം. നീതി, സ്വാതന്ത്ര്യം, സമത്വം. ആ ഓർഡറിലാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്, അതായത് ആമുഖത്തിൽ പറയുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യം നീതി പറയും, പിന്നെ സ്വാതന്ത്ര്യം പറയും, പിന്നെ സമത്വം പറയും, പിന്നെ എന്താണ്? സാഹോദര്യം പറയും. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ ആദ്യം പസോമജറി, അതിനുശേഷം നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ ആദ്യം നീതി പറയുക. പിന്നെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങളാണ് എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത്. അതിൽ സാഹോദര്യം എന്ന് പറയുന്ന വ്യക്തിയുടെ അന്തസ്സും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്നതിന് ആദ്യം ഉണ്ടല്ലോ, ഈ പരമാധികാര, സ്ഥിതിസമത്വ, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് എന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ ഈ സ്ഥിതിസമത്വ, മതേതര എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് 42ാം ഭേദഗതിയിലൂടെ 1976 കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പഠിക്കുന്ന സോമയെ കൂട്ടിച്ചേർത്തു എന്നാണ് പറയുക. പസോമജറിയിലെ സോമയെ കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, മതേതരത്വം അതിനെയാണ് കൂട്ടിച്ചേർത്ത്. സ്ഥിതിസമത്വ, മതേതരത്തെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, സാഹോദര്യം എന്ന് പറയുന്ന ഭാഗത്ത് വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന് ഐക്യവും എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അഖണ്ഡത എന്ന് തുടക്കമില്ലായിരുന്നു. അതും ഈ 42ാം ഭേദഗതിയിലൂടെ 1976 കൂട്ടിച്ചേർത്തതാണ്. 3 പദങ്ങളാണ്. ഒന്ന് സ്ഥിതിസമത്വ, മതേതര, മറ്റൊന്ന് എന്താണ്? അഖണ്ഡത. ഈ 3 ടേമുകളാണ് നമ്മുടെ ഭരണഘടനയിൽ ആമുഖത്തിൽ ആകെ ഒരു തവണയും ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. 42ാം ഭേദഗതിയിലൂടെ 1976 കൂട്ടിച്ചേർത്തത്. ഇനി എങ്ങനെയുള്ള സാഹോദര്യം? ഒരിക്കൽ കൂടി പറയാം. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് എന്താണ്? സാഹോദര്യം പുലർത്തേണ്ടതാണെന്നാണ് പറയുന്നത്. ഇനി സൗഗൗരവം തീരുമാനിച്ചിരിക്കാൻ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26ാം ദിവസം. അപ്പോൾ ആ ഒരു ഡേറ്റ് ഓർത്തിരിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറയുന്ന ഡേറ്റ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വരേണ്ട 1949 നവംബർ 26 എന്നാണ്. ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ ആർക്ക് തന്നെ പ്രദാനം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ എന്താണ്? പ്രദാനം ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? 1976 ഭരണഘടന 42ാം ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത്, അതായത് നമ്മൾ പറഞ്ഞ സോമയെ ചേർത്തു എന്ന് പറഞ്ഞില്ലേ, അതായത് സോഷ്യലിസ്റ്റ്, മതേതരത്വ എന്ന് പറയുന്ന ഒരു ടേം ചേർത്തു. അത് നിലവിൽ വന്ന എന്താണെന്ന് വെച്ചാൽ 42ാം ഭേദഗതി നിലവിൽ വന്നെന്നാണ് 1976 ജനുവരി 3-നാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മേൽപ്പറഞ്ഞ ആക്ട് 2ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് ഐക്യവും അഖണ്ഡത എന്നും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും എന്താണ് നിലവിൽ വന്നത്? 1977 ജനുവരി 3-ാം തീയതി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 42ാം ഭേദഗതി നിലവിൽ വന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1977 ആണ്, 76 അല്ല. 76-ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാസ്സാക്കി. പക്ഷേ നിലവിൽ വന്നത് 77 ജനുവരി 3-ാം തീയതിയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട എന്തെല്ലാം ആശയങ്ങൾ, അതിലൊന്നാണ് പരമാധികാരം ജനങ്ങൾക്ക് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട എന്തെല്ലാം ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിൽ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ആമുഖ പ്രകാരം പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ലക്ഷ്യപ്രമേയത്തിലെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായല്ലോ. നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, ലക്ഷ്യങ്ങൾ തുടങ്ങിയവ സാക്ഷാത്കരിക്കുന്നതിന് ഭരണഘടനയിലെ വ്യവസ്ഥകൾ എത്രമാത്രം പര്യാപ്തമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഭരണഘടനയുടെ സവിശേഷതകളിലേക്ക് വരികയാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി. അപ്പോൾ ആ ഡേറ്റ് ഒന്നും വീണ്ടും പറയേണ്ട, വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് വരും, നിങ്ങൾ പഠിച്ച ആൾക്കാരായിരിക്കും. പിന്നെ 1940 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും, ചിലപ്പോൾ 18 ദിവസം വരാം, ചിലപ്പോൾ 17 ദിവസം വരാം. ഇവിടെ 17 ദിവസം എന്നാണ് കൊടുത്തത്. നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1941 നവംബർ 26-ന് അംഗീകരിച്ച് നിയമമാക്കി. അതും നമുക്കറിയാം. നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗമുണ്ട്, 395 വകുപ്പുകളുണ്ട്, 8 പട്ടികകളുമാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. 1950 ജനുവരി 26-ന് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ 1950 ജനുവരി 26-ന് നിലവിൽ വന്ന ഈ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ എത്ര ഭാഗങ്ങളുണ്ടെന്ന് വെച്ചാൽ 25 ഭാഗമാണ്. നിലവിൽ എത്ര പട്ടികയുണ്ടെന്ന് വെച്ചാൽ 8 പട്ടികയാണ്. നിലവിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ടെന്ന് വെച്ചാൽ അത് മാറിക്കൊണ്ടിരിക്കും. ഒരു 470ഓളം ആർട്ടിക്കിളാണ് നിലവിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ അന്ന് 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വന്നപ്പോൾ 22 ഭാഗങ്ങൾ, 8 പട്ടിക, അതുപോലെ തന്നെ 395 ആർട്ടിക്കിളുകളാണ് ഉള്ളതെന്നായി ഓർക്കുക. ദേശീയ
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം തയ്യാറാക്കപ്പെട്ട ഭരണഘടനയുടെ സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഭരണഘടനയുടെ സവിശേഷത എന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിലൊന്ന് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. നമുക്കറിയാം ലോകത്ത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭരണഘടന ഏതാണെന്ന് വെച്ചാൽ 1789 നിലവിൽ വന്ന അമേരിക്കൻ ഭരണഘടനയാണ്. ആമുഖം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയതും അമേരിക്കൻ ഭരണഘടനയാണ്. കാരണം ഈ ഒരു ആശയം നമ്മൾ കടമെടുക്കുന്ന അമേരിക്കൻ ഭരണഘടനയിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നോക്കാം. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ രാജ്യത്തിന്റെ വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ സവിശേഷത നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. രണ്ടാമത്തെ സവിശേഷത പാർലമെന്ററി ജനാധിപത്യമാണ്. നമുക്കറിയാം കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്നതാണ്. ലോകസഭ, രാജ്യസഭ അങ്ങനെയുള്ള. ഇനി അടുത്തത് എന്ന് പറയുന്നത് ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടന. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭരണഘടനയുടെ ഘടന എന്ന് പറഞ്ഞാൽ ദൃഢവും അതേപോലെ തന്നെ അയവുള്ളതുമായിട്ടുള്ള, റിജിഡുമാണ് ഫ്ലെക്സിബിളുമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് വെച്ചാൽ റിജിഡുമാണ് ഫ്ലെക്സിബിളുമാണ്. ഇത് ഓർത്തിരിക്കണം. ദൃഢവും അയവുള്ളതുമായ ഘടന. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമം പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അതാണ് ദൃഢവും അതേപോലെ തന്നെ അയവുള്ളതും എന്ന് പറയുന്നത്. ഇനി മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും അത് നമുക്കറിയാം. നമ്മുടെ ഭരണഘടനയിൽ അത് രണ്ടും ഉണ്ട്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തുന്ന അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. പൗരൻ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4 മൗലികാവകാശങ്ങളോ ഭാഗം 3 12 മുതൽ 35 വരെ. പിന്നെ 36 മുതൽ 51 വരെയാണ് ഭാഗം 4 ഉൾപ്പെടുന്നത്. അതായത് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്നത്. ഭാഗം 4A 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ, അതാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയുന്ന മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണെങ്കിൽ ബാക്കി വരുന്ന 2 അതായത് ഭാഗം 4 ഭാഗം 4A എന്തല്ല? ന്യായവാദത്തിന് അർഹമല്ല. ആമുഖവും എന്തല്ല? ന്യായവാദത്തിന് അർഹമല്ല. അതായത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒന്നും പോകാൻ പറ്റില്ല എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, അത് നമുക്കറിയാം. ലോകസഭയും രാജ്യസഭയും ഒക്കെ ഉണ്ട്. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അതോ സഭ, അതാണ് ലോകസഭ എന്ന് പറയുന്നത്. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, അതായത് രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളുണ്ട്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ്. അതാണ് ഇവിടെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭ. അതേസമയത്ത് മൊത്തം ജനത്തെയും നമ്മൾ ഈ ഇലക്ഷനിലൂടെയൊക്കെ തെരഞ്ഞെടുത്ത് വിടുന്ന അങ്ങോട്ട് ലോകസഭയിലേക്കല്ല. അപ്പോൾ അവിടെ എന്താണ്? ഈ മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, അതായത് ലോകസഭയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. ശക്തമായ കേന്ദ്ര ഗവൺമെന്റ്. സാധാരണ നമ്മുടെ ഈ ഒരു ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ രാഷ്ട്രം എന്ന് പറയാറില്ല. മറിച്ച് എന്താണ്? കോസി ഫെഡറൽ എന്നാണ് നമ്മൾ പറയുക. അതായത് ഫെഡറൽ രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ടായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. കേന്ദ്രത്തിന് ഒരു ശക്തമായിട്ടുള്ള ഒരു പവർ ഉണ്ടായിരിക്കും. അതേസമയത്ത് സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പവർ എന്ത് ചെയ്യുന്നുണ്ട്? വിഭജിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ മെയിൻ പവർ എവിടെയായിരിക്കും? കേന്ദ്രത്തിനായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസവും നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ്. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. അതാണ് നമ്മുടെ ലിസ്റ്റുകളൊക്കെ പഠിക്കുന്നില്ല. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ല. ഇനി അടുത്ത സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്നാണ് പറയുന്നത്. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. അതായത് 3 വിഭാഗമാണ് ഉള്ളത്. നമ്മുടെ നിയമനിർമ്മാണ വിഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്. ഇതിൽ ഈ നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് ഈ നിയമനിർമ്മാണ വിഭാഗവും അതുപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും എന്താണ്? സ്വാതന്ത്ര്യമാണ് എന്നതാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ നീതിന്യായ വിഭാഗം. അതാണ് ഇവിടെ സ്വാതന്ത്ര്യ നീതിന്യായ വ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. ഇനി സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള പല ഭരണഘടനാ സ്ഥാപനങ്ങളും നമ്മൾ പറയാറുണ്ട് സ്വതന്ത്ര അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഭരണഘടനയുടെ സവിശേഷതകളാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ SCRT നിന്ന് കുറേ പോയിന്റുകൾ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അറിയാവുന്നതാണ്. പാർലമെന്ററി ജനാധിപത്യം, അതുപോലെ തന്നെ ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടനയാണ്. മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ്. അതേപോലെ തന്നെ ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസമാണ് ഓർത്തിരിക്കണം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഒപ്പം സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇതിൽ ചില പോയിന്റുകൾ എന്താണ്? നമ്മൾ ഇതിന് മുമ്പത്തെ ടെസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു NCERT ലെവലിലേക്ക് പോയിട്ട് അവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഓർത്തിരിക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്
അടുത്തത് ഇന്ത്യൻ ഫെഡറലിസം എന്നതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് തന്നു. ഭരണഘടനയുടെ സവിശേഷതകളെക്കുറിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച സെമിനാർ പ്രബന്ധത്തിലെ പ്രശസ്ത ഭാഗങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരം ഒരു ഭരണ ക്രമീകരണം പ്രയോജനപ്പെടുത്തുന്നു. ഭാരതത്തിൻ്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യ എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഫെഡറലിസം എന്നതുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനം എന്താണ് അധികാരം പങ്കിടുന്നു. പക്ഷേ ഇന്ത്യ എന്താണ് കോസി ഫെഡറൽ ആണെന്ന കാര്യം ഓർക്കുക. മെയിനായിട്ടുള്ള ആ ഒരു പവർ എങ്ങോട്ട് കൊടുക്കുന്നുണ്ട്? കേന്ദ്രത്തിന് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രബന്ധ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടി ഉറപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് SCRT കൊടുത്തുകൊണ്ട് അത് വേണമെങ്കിൽ ഒരു ഇതായിട്ട് വരാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാര 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്നു. ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഒന്ന് കേന്ദ്ര ഗവൺമെന്റും മറ്റൊന്ന് സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമാണിത് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത്. അത് ഓൾറെഡി പറഞ്ഞു പോയതാണ്. ഇനി എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതി, ന്യായ വ്യവസ്ഥ എന്നിവയാണ് എന്ന് പറയുന്ന അടുത്തതാണ്. ഇനി അടുത്ത് പറയുന്ന ഭാഗം 1 ആണ്. യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവുമാണ്. ഇവിടെ കൃത്യമായിട്ട് ഓരോന്നും എടുത്ത് പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ SCRT 9ാം ക്ലാസ്സിൽ. അതിൽ 1 യൂണിയൻ്റെ പേരും ഭൂപ്രദേശവുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭാഗം 1 ഭരണഘടനയിലെ മൊത്തം 25 ഭാഗമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 1ാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും എന്നാണ് പറയുന്നത്. അതിൽ യൂണിയൻ്റെ പേരും ഭൂപ്രദേശവും ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. അത് പരീക്ഷയ്ക്ക് എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഇതെവിടെ പറയുന്നുണ്ട്? നമ്മുടെ ഭരണഘടനയിലെ യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 1. ഇനി അടുത്തത് ഇവിടെ പറയുന്ന 2 സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇനി 3 പറയുന്നത് ഭാരതത്തിൻ്റെ ഭൂപ്രദേശം അതുമായി ബന്ധപ്പെട്ടാണ് അവിടെ പറയുന്നത്. ഇനി സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും 1ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും പിന്നെ ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും അടങ്ങിയിരിക്കുന്നതാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂണിയൻ്റെ പേരും ഭൂപ്രദേശവുമാണ് എന്തിൽ പറയുന്നത്? ഈ പറയുന്ന ഭാഗം 1 പറയുന്നത്. അതിൽ 1ാമത്തെ ആ ഒരു ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പട്ടികയിൽ? 1ാം പട്ടികയിൽ. ഇനി ഭാരതത്തിൻ്റെ ഭൂപ്രദേശം അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും 1ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും അതുപോലെ തന്നെ ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു. അപ്പോൾ എന്താണ് യൂണിയൻ്റെ പേരും ഭൂപ്രദേശം എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. ആ യൂണിയൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്? സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. 2 ഭാരതത്തിന് ഭൂപ്രദേശം, 3 സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും, 3 1ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും, 4 ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും അടങ്ങുന്നതായിരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് വരാം, അതുകൊണ്ട് അത് ഓർത്തിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ അനുച്ഛേദം നിങ്ങൾ വായിച്ചുവല്ലോ. അപ്പോൾ ഇത് എവിടെയാണ് പറയുന്നത്? 1ാമത്തെ ആർട്ടിക്കിളാണ് പറയുന്നത്. ഇതുപ്രകാരം ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും, ഓർത്തിരിക്കുക. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമെന്ന് പരാമർശിക്കുന്നില്ല. അപ്പോൾ ഭരണഘടനയിൽ ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രവുപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. അപ്പോൾ എന്തിനാണ് നമ്മളിത് സ്വീകരിച്ചത്? ഒന്ന് നമ്മളവിടെ പറഞ്ഞു ജനാധിപത്യം ഉറപ്പിക്കാനായിട്ട്. അടുത്ത ഇവിടെ പറയുകയാണ് എന്താ? ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളിൽ ചിലത് താഴെ കൊടുക്കുന്നു. ഇത് പുതുതായിട്ട് ആഡ് വന്നതും പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ്. പുതുതായിട്ട് ആഡായിട്ട് വന്നതും പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരു പൊതുഘടന ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതയാണ് നമ്മളിവിടെ പറയുന്നത്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരു പൊതുഘടന ഉണ്ടായിരിക്കും. ഭരണഘടനയുടെ പരമാധികാരം ഉണ്ടായിരിക്കും. ഇനി ഏക പൗരത്വമാണ്. നമ്മുടെ ഇന്ത്യ പ്രദാനം ചെയ്യുന്നത് ഏക പൗരത്വമാണ്. ഇനി ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കേ. ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ? സംസ്ഥാനങ്ങൾക്ക് പറ്റില്ല, മറിച്ച് കേന്ദ്രത്തിനേ പറ്റുള്ളൂ. ഇനി ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, നമുക്കറിയാം ലോകസഭയും രാജ്യസഭയും. ഇനി അടുത്തത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം നമ്മുടെ രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനാണ്. കൂടുതൽ വിഷയങ്ങൾ ആരിലേക്ക് പോകും? കേന്ദ്രത്തിന് പോകും. പ്രധാന അധികാരങ്ങൾ എങ്ങോട്ട് പോകുന്നു? കേന്ദ്രത്തിലാണ്. ഇനി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അർത്ഥ ഫെഡറൽ സംവിധാനമാണ് കോസി ഫെഡറൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ പരീക്ഷയ്ക്ക് വരും. നിർബന്ധമായിട്ടും ഈ ഒരു പിക്ചർ പഠിക്കണം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങൾ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല
മണ്ഡല നിയമനിർമ്മാണ സഭ, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്ര നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അധികാരം, അർത്ഥ ഫെഡറൽ സംവിധാനം. ഇത്രയും പോയിന്റുകൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകുക. അതുപോലെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യവും. അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സമഗ്ര എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. 9ാം ക്ലാസ്സിലെ ബുക്കാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രബുദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാജ്യത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7ാം പട്ടിക നമുക്ക് പരിശോധിക്കാം. ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട പട്ടികയല്ലേ 7ാം പട്ടിക, അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഓർത്തിരിക്കുക. ഇനി അധികാര വിഭജനം, ഡിവിഷൻ ഓഫ് പവേഴ്സ് 7ാം പട്ടിക. ലിസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് തന്നെ നമ്മുടെ സിലബസിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ വലിയ പ്രാധാന്യമുള്ളത്. ഇതിൽ നിന്നായിരിക്കും ചിലപ്പോൾ വരിക. യൂണിയൻ ലിസ്റ്റ്, കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. അടുത്ത പോയിന്റ് ഓർക്ക്, യൂണിയൻ ലിസ്റ്റ് നിലവിൽ എത്രയുണ്ട്? 97 വിഷയങ്ങൾ. നിലവിൽ വന്നപ്പോൾ എത്ര വിഷയങ്ങളുണ്ട്? 97. നിലവിൽ ഇപ്പോൾ 98 വിഷയമുണ്ട്. ഇപ്പം 98, തുടക്കത്തിൽ എത്രയാണ്? 97 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഉദാഹരണമാണ് ഓർത്തിരിക്കുക. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചിലപ്പോൾ പരീക്ഷ എടുത്തു വയ്ക്കുക. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. നമുക്കറിയാം 98ഓളം വിഷയങ്ങളുണ്ട്. മൊത്തം പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഇവിടെ എന്താണ്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ യൂണിയൻ ലിസ്റ്റിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിക്കും. അവിടെ ഒന്ന് വിദേശകാര്യം, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കിട്ടും. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? യൂണിയൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 66 വിഷയങ്ങൾ. ഇപ്പോൾ ഒരു 66 വിഷയങ്ങളാണ് ഈ പറയുന്ന സംസ്ഥാന ലിസ്റ്റിലുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് ഈ പറയുന്ന ഇത് എന്ന് പറയുന്നത്. തുടക്കത്തിൽ 66 വിഷയങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. കൃഷി, ജൈവ, സ്വയംഭരണം തുടങ്ങിയവയ്ക്ക് എന്താണ് ഈ സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇനി സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിന്റെ മലയാളം സമവർത്തി ലിസ്റ്റ് എന്നാണ്. അത് നമ്മുടെ മലയാളം ഭാഗത്ത് ചിലപ്പോൾ ചോദിക്കും. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ്. തുടക്കത്തിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ പിന്നീട് 42ാം ഭേദഗതിയിലൂടെ 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഇതിലേക്ക് എടുത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതും നിങ്ങൾ ഓർത്ത് വെക്കണം. ഉദാഹരണം വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, അതുപോലെ തന്നെ ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ കൺകറന്റ് ലിസ്റ്റിലാണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഓർക്കണം. വിദ്യാഭ്യാസം എവിടെയാണെന്ന് വെച്ചാൽ കൺകറന്റ് ലിസ്റ്റിലാണ്. 42ാം ഭേദഗതിയിലൂടെയാണ് അങ്ങനെ വരുന്നത്. ഇനി വനം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഇനി ട്രേഡ് യൂണിയനുകൾ എന്ന് പറയുന്നത് ഈ കൺകറന്റ് ലിസ്റ്റിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രേഡ് യൂണിയനുകൾ കൺകറന്റ് ലിസ്റ്റിലാണ്. വിവാഹം കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്ന കാര്യം ഓർക്കുക. ജനന മരണ രജിസ്ട്രേഷൻ ഉള്ള കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ജനന മരണ രജിസ്ട്രേഷൻ, വിഭാഗം, ട്രേഡ് യൂണിയനുകൾ, വനം, വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. കൃഷി, ജയിൽ, പോലീസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം. ഇനി വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. തുടക്കത്തിൽ 97 വിഷയം. പിന്നെ സംസ്ഥാന ലിസ്റ്റിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ 66 വിഷയം എന്നാണ് പറയുന്നത്. ഇനി സമവർത്തി ലിസ്റ്റിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ 47 വിഷയം എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ യൂണിയൻ ലിസ്റ്റ് കേന്ദ്രത്തിന് അധികാരം, സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാനത്തിന് അധികാരം, കൺകറന്റ് ലിസ്റ്റ് കേന്ദ്രത്തിനും അതേപോലെ തന്നെ സ്റ്റേറ്റിനും അധികാരം കൊടുക്കുന്നു. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനം, അതായത് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ കേന്ദ്രത്തിനായിരിക്കും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റൊന്നാണ് അവശേഷിക്കുന്ന അധികാരം. അതിനാണ് റെസിഡറി പവർ എന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളും ഉൾപ്പെടാത്തായ നമ്മുടെ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ സൈബർ നിയമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. ഇവയിൽ നിയമ നിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെൻറ്. ഇത് ഈ അടുത്ത പരീക്ഷയിൽ പോലും ചോദിച്ചതാണ്. ഇത് അവിടെ തന്നിട്ടുണ്ട്, സൈബർ നിയമങ്ങൾ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത കാര്യങ്ങൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരം നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ അവിടെ പറഞ്ഞതാണ്. അപ്പോൾ അത് എവിടെയാണ്? ഈ പറയുന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതാണ് റെസിഡറി പവേഴ്സ് എന്ന് പറയുന്നത്, അവശിഷ്ടാധികാരം എന്ന് നമ്മൾ പറയും. ഇനി കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. ഇനി ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു. ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു. ദേശീയ വനനയം പ്രഖ്യാപിച്ചു. പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ എന്താണ് മുകളിൽ കൊടുത്തിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ. ഇവ ഏത് പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നൊക്കെ രേഖപ്പെടുത്താനാണ് ഇവിടെ പറയുന്നത്. ഇനി ഇന്ത്യൻ ഫെഡറലിസം ജനാധിപത്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? സംവാദം സംഘടിപ്പിക്കുക. അധികാരം വേർതിരിക്കൽ. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ എന്നിവയുടെ സ്ഥാനവും അധികാരവും ഇത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഇത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതി നടത്തിയ പ്രസംഗത്തിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് ഇതാരാണ് ഇവിടെ
പറഞ്ഞത് എന്ന് ചോദിക്കാം. അത് BR അംബേദ്കറിൻ്റെ വാക്കാണ് എന്ന കാര്യം ഓർക്കുക. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിൻ്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ. ഭരണകൂടത്തിന് 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം, പിന്നെ ജുഡീഷ്യറി നിയമനിർമ്മാണ വിഭാഗം, ലെജിസ്ലേറ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്തെന്താണ്? എന്നിവയുടെ സ്ഥാനവും അതുപോലെ തന്നെ അധികാരവും അത് നിർവഹിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന് ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും എന്ന് പറഞ്ഞ ആരെന്ന് വെച്ചാൽ BR അംബേദ്കർ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ്. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. നിയമനിർമ്മാണ വിഭാഗം ആണ് ലെജിസ്ലേറ്റർ എന്ന് പറയുന്നത്, കാര്യനിർവഹണ വിഭാഗമാണ് എക്സിക്യൂട്ടീവ് വിഭാഗം എന്ന് പറയുന്നത്, നീതിന്യായ വിഭാഗമാണ് ജുഡീഷ്യറി എന്ന്. അപ്പോൾ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു ഇന്ത്യയിൽ. ഒന്ന് നിയമനിർമ്മാണ വിഭാഗം, മറ്റൊന്ന് നമ്മുടെ കാര്യനിർവഹണ വിഭാഗം, മൂന്നാമതായിട്ട് വരുന്നത് ജുഡീഷ്യറിയാണ്. നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയെ ഡോക്ടർ BR അംബേദ്കറുടെ നിരീക്ഷണം ശ്രദ്ധിച്ചുവല്ലോ. ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ആമുഖത്തിന്റെ ശില്പിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. മൗലികാവകാശത്തിന്റെ ശില്പി ആരാണ്? നമ്മുടെ പട്ടേലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം എന്നിങ്ങനെ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ചുമതലകളും എങ്ങനെയാണെന്ന് വിഭജിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാം. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് പോവുകയാണ്. നിയമനിർമ്മാണ സഭയിലേക്കാണ് വരുന്നത്, ലെജിസ്ലേറ്ററിലേക്കാണ് വരുന്നത്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. അപ്പോൾ എന്താണ് പേര്? പാർലമെന്റ് എന്നാണ്. ഇനി അടുത്തത് രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. വിവിധങ്ങളായിട്ടുള്ള ജനാഭിലാഷങ്ങളും മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോകസഭ, രാജ്യസഭ എന്ന് 2 സഭകളുള്ള ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യൻ പാർലമെന്റ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ലോകസഭ അതുപോലെ തന്നെ നിയമസഭ. ഇനി അടുത്തത് വലുപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായിട്ട് അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും ജനങ്ങളെയും പ്രാദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്കുവഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പോൾ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ കൊണ്ടുള്ള മേന്മയാണ് ഇവിടെ പറഞ്ഞത്. വലുപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ എന്താണ്? സാധാരണയായിട്ട് അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. ഒന്ന് രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും അതായത് ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായമാണ്. രണ്ടാമത് പറഞ്ഞത് കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്കുവഹിക്കുന്നു. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇനി സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. ഇനി അടുത്തത് നിയമനിർമ്മാണ സഭയുടെ ചുമതലകളും എന്തെല്ലാമാണെന്ന് പരിചയപ്പെടാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെന്റിൻ്റെ പ്രധാന ചുമതലകളിൽ ഒന്ന് നിയമനിർമ്മാണം നടത്തുക എന്നതാണ്. 2 പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. ഓർത്തിരിക്കുക, പുതിയ പോയിന്റ് ആഡ് ചെയ്ത് വന്നതാണ്. പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാകുക. അത് പിന്നെ നമുക്കറിയാം. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, എക്സിക്യൂട്ടീവ് വിഭാഗത്തെ നിയന്ത്രിക്കുക. ഇനി ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യറി അധികാരിയായി പ്രവർത്തിക്കുക. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ഒരു ജുഡീഷ്യറി അധികാരിയായിട്ട് പ്രവർത്തിക്കുക. അതാരാണ്? പാർലമെന്റ് ആണ്. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും എന്ന് പറയുന്നത് പാർലമെന്റിന്റെ പ്രധാന ചുമതലയാണ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്താണ്? നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും എന്നാണ് അടുത്ത് പറയുന്നത്. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരിചയപ്പെട്ടല്ലോ. പാർലമെന്റിന്റെ 2 സഭകളായ ലോകസഭയും രാജ്യസഭയുടെയും പ്രധാന സവിശേഷതകൾ പരിശോധിക്കാം. വളരെ ഇമ്പോർട്ടൻ്റിലേക്ക് വരികയാണ്. ലോകസഭ പാർലമെന്റ് അധോമണ്ഡലമാണ്. ഒന്നാമത്തെ പോയിന്റ്. ഇനി അടുത്തത് ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. എല്ലാവർക്കും അറിയാം. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പോൾ MP ആയിട്ട് മത്സരിക്കാൻ 25 വയസ്സാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. അത് നമുക്കറിയാം. ലോകസഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 543. 2023 അപ്ഡേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ 543 ആണ് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പരമാവധി 550 വരെയാകാം. അപ്പോൾ 550, 550, 543, 543. പുതിയ ലോകസഭയിൽ എത്ര, അതായത് നമ്മുടെ പുതിയ ലോകസഭാ മന്ദിരത്തിൽ എത്ര ലോകസഭാ സീറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ 888. അത് ഓർത്തിരിക്കണം. 888 ഇവിടെ ഒന്ന് പറയുകയാണ്.
ഇനി 543 നിലവിൽ എന്താണ് തിരഞ്ഞെടുക്ക അംഗങ്ങളുള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക. 543. ലോകസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പം ലോകസഭയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ നമ്മുടെ രാജ്യത്ത് ഭരണം നിലനിൽക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്, അറിയുന്ന കാര്യമാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. അതായത് ധനബില്ലൊക്കെ അവതരിപ്പിക്കുന്ന ലോകസഭയിലാണല്ലോ. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്ന ലോകസഭയിലാണ്. 2 പോയിന്റ്. ധനബില്ല്, അവിശ്വാസ പ്രമേയം, ഇത് രണ്ടും അവതരിപ്പിക്കുന്ന എവിടെയാണ്? ലോകസഭയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് രാജ്യസഭ. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. അധോസഭ ലോകസഭ, ഉപരിസഭ രാജ്യസഭ. ജനസംഖ്യ ആനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് ഇത്. സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യ ആനുപാതികമായിട്ട് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് എന്തിനെ തിരഞ്ഞെടുക്കുന്നത്? ഈ പറയുന്ന രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പം ലോകസഭയിലേക്ക് 25 വയസ്സ്, രാജ്യസഭയിലേക്ക് 30 വയസ്സ്. ഓർത്തിരിക്കുക. ഇനി രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ലോകസഭ 5 വർഷമാണ് കാലാവധി. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. എന്താണ്? സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. എന്നാൽ സഭ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട്, 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ 2 വർഷം കൂടുമ്പോൾ 1/3 അംഗങ്ങൾ എന്താണ്? വിരമിക്കുന്നുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഇനി രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. നമ്മുടെ ലോകസഭ പറഞ്ഞു 550, നിലവിൽ 543. രാജ്യസഭയിലേക്ക് വരുമ്പോൾ 250. ഇതിൽ 238 പേരെ എന്താണ്? തിരഞ്ഞെടുക്കുന്നു. 12 പേരെ ആര് നാമനിർദ്ദേശം ചെയ്യുന്നു? രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. അപ്പോൾ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നത് എവിടെ നിന്നാണ്? അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാൻ IPS, അതുപോലെ തന്നെ IAS, ഇപ്പോൾ IFOS, ഈ 3 നമ്മുടെ നിലവിലുള്ള അഖിലേന്ത്യാ സർവീസുകൾ. അത്തരത്തിലുള്ള അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാനുള്ള അധികാരം ലോകസഭയ്ക്കാണോ രാജ്യസഭയ്ക്കാണോ? രാജ്യസഭയ്ക്കാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ലോകസഭയുടെ രാജ്യസഭയുടെ വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. ഇനി നിയമനിർമ്മാണം ഇന്ത്യയിൽ എന്ന അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെടുന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗവും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ബില്ലുകൾ വിവിധ തരമുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. ഓർത്തിരിക്കുക. എന്താണ് ഗവൺമെന്റ് ബില്ല്? മന്ത്രിമാർ അവതരിപ്പിക്കും. ഇനി മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. അപ്പോൾ പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹാരവും ചെലവുകളും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ല് എന്ന് പറയുന്നത്. ധനബില്ല് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുക. അപ്പോൾ ധനബില്ല് അവതരിപ്പിക്കുന്ന എവിടെയാണ്? ലോകസഭയിലാണ്. ഇനി അടുത്ത ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ല് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടാത്തതാണ് ധനേതര ബില്ല് എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത്. അപ്പം ധനബില്ല്, പിന്നെ ധനേതര ബില്ല്. ധനേതര ബില്ല് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി ബില്ല്, പിന്നെ സാധാരണ ബില്ല്. അതിൽ നമ്മൾ പറഞ്ഞു മന്ത്രിമാരാണെങ്കിൽ അത് ഗവൺമെന്റ് ബില്ല്, ഇനി മന്ത്രി അല്ലാത്ത ആളാണെങ്കിൽ അത് സ്വകാര്യ ബില്ല്. ഇനി ഈ ധനവുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 110 പറയുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ധനബില്ല്. അതും അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 109. നമ്മൾ പ്രീവിയസ് ആയിട്ട് ഇന്നലെ നമ്മൾ ചെയ്തതാണ് ചോദ്യപേപ്പറിൽ. ഓർത്തിരിക്കുക. ഒരു ബില്ല് നിയമമാകുന്ന വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടാം. ഇതും ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ നമ്മൾ ചോദ്യപേപ്പറിൽ കണ്ടതാണ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. നോക്കുക. 1ാം വായന, 2ാം വായന, 3ാം വായന. അതായത് ഇരു സഭകളിലൂടെയും 3 വായന നടക്കുന്നുണ്ട്, ലോകസഭയിലും രാജ്യസഭയിലും. അതിൽ 1ാം വായന എന്ന് പറഞ്ഞാൽ ധനബില്ലിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരു സഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അപ്പോൾ ധനബില്ലിൽ അല്ലാത്ത ഏതൊരു ബില്ലും, മറ്റു ബില്ലുകൾ ഇരു സഭകളിലും എന്താണ്? മന്ത്രിയോ അല്ലെങ്കിൽ സ്വകാര്യ അംഗമോ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ വേണമെങ്കിൽ മന്ത്രി അവതരിപ്പിക്കുന്നു മാത്രം തരാം, മന്ത്രിയോ സ്വകാര്യ അംഗമോ എന്ന് ഓർത്തിരിക്കണം. ഇനി 2ാം വായന എന്ന് പറയുമ്പോൾ ഈ ഘട്ടത്തിൽ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാമെന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന 2ാം ഘട്ടമാണ്. അവിടെ മാറ്റങ്ങളൊക്കെ അവിടെ വരുന്നു. ഇനി 3ാം വായന, ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. 3ാം ഘട്ടത്തിലാണ് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത്. ഇനി ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഇതേ പ്രക്രിയ 2ാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ
അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ബില്ല് നിയമമായി മാറുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഭരണഘടനാ ഭേദഗതി 61 ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. അതായത് തിരഞ്ഞെടുപ്പ് പ്രായം, അതായത് വോട്ട് ചെയ്യാനുള്ള പ്രായം 18 വയസ്സായി കുറച്ച ഭേദഗതിയാണ് 61 ഭേദഗതി. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി 86 ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ആർട്ടിക്കിൾ 21 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 86 ഭേദഗതി 2002. ഇനി അടുത്തത് 101 ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി നിലവിൽ വന്നു. അപ്പോൾ 101 ഭരണഘടനാ ഭേദഗതി ചരക്ക് സേവന നികുതി നിലവിൽ വന്നു എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അത് 101 ഭരണഘടനാ ഭേദഗതി മറക്കാതെ പഠിച്ചു വെച്ചോ, എക്കണോമിക്സിലൊക്കെ ചോദിക്കും. ഇനി അടുത്ത് നോക്കാം. മുകളിൽ കൊടുത്തുള്ള വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കും. ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യകത ചർച്ച ചെയ്യൂ. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്. സാമൂഹ്യ രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായ ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. നോട്ട് ചെയ്യുക. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റ് ഭേദഗതിക്കുള്ള അധികാരം നൽകുന്നത്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ചോദിക്കും. 368 ഓർത്തിരിക്കണം. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. 2, ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. ഇനി അടുത്തത്, ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ആർക്ക് അധികാരമുണ്ട്? ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ അത് ലംഘിക്കുന്നുവെങ്കിൽ ജുഡീഷ്യറിക്ക്, അതായത് സുപ്രീം കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. വീറ്റോ പവർ എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ പരിചയപ്പെടാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് വരികയാണ്. അതിലൊന്നാണ് അയവുള്ള ഭേദഗതി. എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണം, സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ. അത് എന്തിലാണ് ഉൾപ്പെടുന്നത്? അയവുള്ള ഭേദഗതിയിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റണമെങ്കിൽ അത് സാധാരണ രീതിയിൽ ഭേദഗതി ചെയ്യാം. അതിരുകൾ മാറ്റണമെങ്കിൽ പൗരത്വം തുടങ്ങിയവയ്ക്കായിട്ട് ബന്ധപ്പെട്ട് അയവുള്ള ഭേദഗതിയാണ്. നമുക്ക് ഈ അടുത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇതൊക്കെ. അതുപോലെ തന്നെ മറ്റൊന്ന് ദൃഢമായ ഭേദഗതിയാണ്. ചില പ്രധാനപ്പെട്ട വകുപ്പുകളെ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന് ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണമായിട്ട് മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങൾ തുടങ്ങിയവ. അതിലൊക്കെ ഭേദഗതി വരുത്തണമെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം വേണം ഇരുസഭകളിലും. അതാണ് എന്ത് പറയുന്നത്? ദൃഢ ഭേദഗതി എന്ന് പറയുന്നത്. ഇനി അതിദൃഢം ഭേദഗതി എന്ന്. അപ്പോൾ ആദ്യം പറഞ്ഞത് അയവുള്ള, പിന്നെ ദൃഢം, പിന്നെ അതിദൃഢം വരികയാണ്. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രതിനിധി നിയമം തുടങ്ങിയവ. നമ്മൾ GST ഒക്കെ പഠിച്ചില്ലേ? ആ സമയത്ത് സംസ്ഥാനങ്ങളുടെയും അധികാരം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അതിദൃഢമായ ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണമാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, നമ്മുടെ ലിസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജനപ്രതിനിധി നിയമം എന്നീ കാര്യങ്ങൾ ഓർക്കുക. ജനപ്രതിനിധി നിയമം തുടങ്ങിയവ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ 3 തരത്തിലുള്ള ഭേദഗതി: അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ 3 തരം ഭേദഗതി പരിചയപ്പെട്ടുവല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കാനാണ് പറയുന്നത്. ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്ന കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതി വഴി ഉൾച്ചേർക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടന ഒരു സജീവ ഭരണഘടനയായി പരിണമിക്കുന്നു. പാർലമെന്റിന്റെ നിയമനിർമ്മാണ പ്രക്രിയ നാം പരിചയപ്പെട്ടുവല്ലോ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്താനുള്ള കർത്തവ്യം നിർവഹിക്കുന്ന കാര്യനിർവഹണ വിഭാഗമാണ്. അടുത്ത ഇതിലേക്ക് വരുന്നു. എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്കാണ് നമ്മൾ വരുന്നത്. എക്സിക്യൂട്ടീവ് വിഭാഗം എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗം അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ തന്നെ ഒരു വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ തുടർച്ചയായിട്ട് നിർബന്ധമായിട്ട് കാണണം. വരാൻ പോകുന്ന, അതായത് നാളത്തെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. നിങ്ങൾ ഇത്ര നേരം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.